അടിപൊളി ഫിലിം, ഒന്നും പറയല്ല. വൈശാഖിന്റെ ഒരു വൻ തിരിച്ചുവരവും മമ്മൂക്കാന്റെ വേറെ എക്സ്ട്രീം ലെവലിലുള്ള ഇടിയാണ്. ഒന്നും പറയല്ല, പടം ബമ്പർ ഹിറ്റാണ്. സൂപ്പർ പടം, ഒന്നും പറയല്ലടാ. അത്രയും ഒരു മാസ് പടമാണ്. ഇടി എന്ന് പറഞ്ഞ തുടക്കം തുടങ്ങിയ ഒരു ഇടിയാണ്. ആ ഇടി തന്നെ അവസാനം വരെ. അടിപൊളി അടിപൊളി. മമ്മൂക്ക തകർത്തു. മമ്മൂക്കയുടെ ഫൈറ്റ് മാത്രം കാണാൻ വന്നാൽ മതി. അടിപൊളി, സൂപ്പർ. ആക്ഷൻ മൂവിയാണ്, ഫുൾ ആക്ഷൻ മൂവിയാണ്. അഞ്ചോ ആറോ അതിൽ ആക്ഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പടമാണ്. കഥയിലൊന്നും വലിയ പുതുമ അവകാശപ്പെടാനുള്ള വൈശാഖിന്റെ സ്ഥിരം സ്റ്റൈലാണ്, പക്ഷെ ഫുൾ അടിയാണ്. നല്ല പടമാണ്. മമ്മൂട്ടി നല്ല അഭിനയം, അടിപൊളിയാണ്. നല്ല പടമാണ്. സ്റ്റോറി പോരാ, തട്ടിക്കൂട്ടാണ്. ഫൈറ്റ് സീൻ അടിപൊളിയാണ്. അടിപൊളി. പ്രതീക്ഷ അപ്പുറമാണ്. പൊളി. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. രാജീവ് ഷെട്ടിയുടെ ഇതുവരെ കാണാത്ത ഒരു മാസ് ഫിലിം പരിവേഷം. നല്ല പടമായിരുന്നു. ക്ലൈമാക്സ് ആണ് പടത്തിന്റെ ഏറ്റവും ഹൈലൈറ്റുള്ള എല്ലാം ഉള്ള ക്ലൈമാക്സിലാണ്. ക്ലൈമാക്സ് എന്തായാലും പടത്തിന് അപ്പ് ചെയ്യും. നല്ല അഭിപ്രായമായിരുന്നു, നല്ല പടമായിരുന്നു. ഫൈറ്റ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ക്ലൈമാക്സിലെ ഫൈറ്റാണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത്. ക്ലൈമാക്സ് അടിപൊളി പടം. എന്റെ മമ്മൂക്ക നിങ്ങൾ എന്ത് ഭാവിച്ചാണ്? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. മമ്മൂക്ക സൂപ്പർ, ഒന്നും പറയണ്ട. അതാ പറഞ്ഞ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. കൊടിപ്പൂരം ലോഡിങ് അടിപൊളി. മാർഷൽ ആർട്ട് മമ്മൂക്ക ലവ് യു മമ്മൂക്ക. രക്ഷയില്ല, നല്ല മാസ് പടം, നല്ല അടിപൊളി ഫൈറ്റ് ആണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. 50-ാം വയസ്സിൽ വിളയാട്ടം പൊളിക്ക. ഭയങ്കര തിമിർത്ത് ആരി എന്ന് പറയാം. ഭയങ്കരമായിട്ട് മ്യൂസിക്കൽ ഭയങ്കര പാറും സിനിമ. അപ്പൊ അതുപോലെ തന്നെ മമ്മൂക്കന്റെ ജോസൂട്ടി ടർബോ തിമിർത്ത് ആരി എന്ന് പറയാം. അടിപൊളി പോവാണ്. ക്ലൈമാക്സിലൊക്കെ മമ്മൂട്ടിയുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൊളി. ഹൈ വോൾട്ടേജ് നല്ലതാണ്. കൊള്ളാം. അടിപൊളി, സൂപ്പർ ആയിട്ട്. ടിപ്പിക്കൽ വൈശാഖ പടം തന്നെ കേട്ടോ. കൊള്ളാം, നല്ല പക്ക മാസ് ആക്ഷൻ. അടിപൊളി.